കോട്ടയം ഇറഞ്ഞാലിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രദേശത്തെ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. കിലോമീറ്ററോളം വെള്ളം നീന്തിക്കടക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. രാവിലെ മുതൽ ഇടവിട്ട് പെയ്യുന്ന മഴയുടെ ആശങ്കയിലാണ് നാട്ടുകാർ. ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ തന്നെയായാലും വെള്ളക്കെട്ട് എല്ലായിടങ്ങളും, അതായത് പടിഞ്ഞാറൻ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഒരു സാഹചര്യം നിലവിലില്ല. കാരണം കിഴക്കൻ മേഖലയിലൊക്കെ നല്ല വെള്ളം അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ വെള്ളം ഒഴുകി പടിഞ്ഞാറ് മേഖലയിലേക്ക് എത്തുമ്പോൾ വെള്ളക്കെട്ട് ഉയരുകയാണ് നിലവിൽ ചെയ്യുന്ന സാഹചര്യം. അല്ലെങ്കിൽ നിലവിൽ വെള്ളം എങ്ങനെയാണോ അതേപോലെ തുടരുകയാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ ആയാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ വീടുകളുടെ മുൻവശത്തെല്ലാം, അതായത് ഇവിടുത്തെ ആളുകൾ ഈ താൽക്കാലികമായി മറ്റ് സുരക്ഷിത മാർഗങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഇതിൻ്റെ താഴെനിരയിൽ ഭൂരിഭാഗവും വെള്ളമാണ്. ചുറ്റുപാടും, അതായത് റോഡിലും അതോടൊപ്പം തന്നെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ മഴ എത്രയും വേഗം, അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടുകൾ എത്രയും വേഗം ഒഴിയുന്നത് വരെ യാത്രക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു ആശ്വാസമാവണം. തന്നെയാലും ഈ വെള്ളം പൂർണ്ണമായും ഒഴുകി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. വള്ളത്തിൽ 2-3 ചേട്ടന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് എന്തായാലും ഇവിടുത്തെ വെള്ളക്കെട്ടും മറ്റ് കാര്യങ്ങളെ പറ്റി ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? അങ്ങോട്ടേക്ക് വെള്ളമാണോ? അങ്ങോട്ടൊക്കെ വെള്ളം എവിടെ പോവാ? ഞാൻ ഇവിടെ കഞ്ഞിക്കുഴി വരെ പോവായിരുന്നു. അപ്പോൾ അതോടെ വെള്ളം കുറഞ്ഞു വരുന്നു. ഇറങ്ങി പോകുന്നുണ്ടോ? ഇറങ്ങി പോകുന്നുണ്ട്. ഇതിപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങുമായിരിക്കുമോ? 2 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങും. അങ്ങോട്ട് എത്ര കുടുംബങ്ങൾ കാണും മൊത്തം? അവിടെ ഒത്തിരി കുടുംബങ്ങളാണ്. അവിടെ ഒത്തിരി ഏരിയ ഉണ്ടോ അങ്ങോട്ടൊക്കെയല്ലേ? പിന്നെ ക്യാമ്പിലേക്ക് മാറിയവരുണ്ടോ? ക്യാമ്പിലേക്ക് ഒത്തിരി പേര് മാറിയവരുണ്ട്. വീട്ടിൽ തന്നെ? ഞാൻ വീട്ടിൽ തന്നെ. എൻ്റെ വീട്ടിൽ മുറ്റത്തൊക്കെ വന്നുള്ളൂ. പൊക്കമുള്ള കാരണം കുഴപ്പമില്ല. അകത്തോട്ട് കയറിയിട്ടില്ല. ബാക്കി അങ്ങോട്ടൊക്കെ ഒത്തിരി പേരെ വീടുകളിലെല്ലാം കയറിയിട്ടുണ്ട്. അതിലും ഒരുപാട് പേർ വെള്ളത്തിന്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ മറ്റ് മാർഗങ്ങൾ തേടി പോകേണ്ട ഒരു സാഹചര്യം, അതായത് ഈ വീടുകളിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ചേട്ടൻ്റെ ഇവിടെ തന്നെ പ്രദേശവാസിയാണ്? എങ്ങനെ വെള്ളമുണ്ടോ വീട്ടിൽ? വെള്ളമുണ്ട്, ഇതുപോലെ വെള്ളം കിടക്കുക. എപ്പോഴും വെള്ളം കിടക്കുക. അപ്പോൾ കുറവ് എന്തെങ്കിലും ഉണ്ടോ? കുറവിപ്പം വെച്ചാലും ശകലം കുറവുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. മഴ ഇപ്പൊ വിട്ടു നിൽക്കുന്ന ഒരു ആശ്വാസമാണ്. ഇച്ചിരി മഴ ഇങ്ങനെ നിൽക്കുന്ന ഇച്ചിരി ആശ്വാസം. നമുക്ക് തെളിവാണെങ്കിൽ നല്ല വെള്ളം ഇറങ്ങി. അപ്പോൾ എന്തായാലും മഴ ശമിച്ച് നിൽക്കുന്നതാണ് വലിയ ആശ്വാസം പ്രദേശവാസികൾക്ക്. കാരണം ഇനി മഴ കനത്ത് കഴിഞ്ഞാൽ സാഹചര്യം കൂടുതൽ വഷളാകും. ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് പോകും. എന്തായാലും നിരവധി കുടുംബങ്ങൾ, അതായത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ ഇറഞ്ഞാൽ ഭാഗത്തുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും, അതായത് വെള്ളത്തിൻ്റെ രൂക്ഷം അല്ലെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശത്ത് അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും അധികം, അതായത് വീടിനൊപ്പം അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം കയറാത്തവർ, ഉയർന്ന പ്രദേശങ്ങളിൽ വീടുള്ളവർ അവിടെ തുടരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ ശമിച്ച് നിൽക്കുന്നുണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാവും. എന്തായാലും മഴ കനക്കാണ്ടിരിക്കട്ടെ എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഇറഞ്ഞാലിലെ പ്രദേശവാസികൾ. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.